20 രൂപയും കറുത്ത് നേരെ കയറി. സ്ഥലം എവിടെയാണെന്നല്ലേ? കൊല്ലങ്കോട്ടിൽ നിന്നും 2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലങ്കോട് കുടിലിടം നെടുമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ടോ, ഇവിടെ പഴയ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറി, അത് കഴിഞ്ഞൊരു കാളവണ്ടി, പിന്നെ ഒരു തോണി. അപ്പോൾ നമ്മൾക്ക് 20 രൂപയ്ക്ക് നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് കയറിയിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാം മക്കളെ. അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിനും നമ്മൾക്ക് ഈ പുതിയ കല്യാണം കഴിഞ്ഞവർക്കും എല്ലാവർക്കും കൂടെ നമ്മൾക്ക് പറ്റിയ ഒരു ഫോട്ടോഷൂട്ടിനും കൂടെ പറ്റിയ സ്ഥലമാണ്. ഇതുണ്ടോ, പണ്ട് കാലത്ത് നമ്മൾ വെള്ളം ചവിട്ടിത്തിരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടോ, അങ്ങനത്തെ ഉള്ളൊരു സൗകര്യമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായ രീതിയിൽ നമ്മൾക്ക് 20 രൂപയ്ക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾക്ക് കയറാൻ പറ്റുമോ? പറ്റില്ല. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾക്ക് പോയാൽ നല്ലൊരു പൈസ എമൗണ്ട് ചിലവ് വരും. ഇത് നമ്മൾക്കൊരു വയലിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇരിപ്പിടവും കുറേ സംഗതികളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ തന്നെ ഇവിടെ വന്ന് കയറാറുണ്ട്. ഇതാ ഒരു കുഞ്ഞ് കണ്ടോ, അതിലിരുന്ന് ഞാൻ ഇറക്കി വിട്ടതാ. ഇതാ കയറി വരുന്ന ആ ടൈമിൽ തന്നെ കാണാം റൈറ്റ് സൈഡിൽ നമുക്കൊരു കാളവണ്ടി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്ന ഒരു വാതിൽ തുറന്നതിനകത്തേക്ക് കയറുന്ന ആ ഒരു രീതിയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ. കൊല്ലങ്കോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഒരു താമരക്കുളം കണ്ടോ. കൊല്ലങ്കോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ വലത് ഭാഗത്തായിട്ട് കാണാം നമ്മൾക്ക് ഒരു പാടത്ത് ഒരു വയലിലാണ് ഈ ഒരു സംഗതികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി ഫീസ് വെറും 20 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നുള്ളൂ. അപ്പോൾ 20 രൂപയ്ക്ക് നമുക്ക് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലമല്ലേ ഇത്. കണ്ടോ, കമ്പരാന്തൽ, പഴയ കാലത്ത് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ കെട്ടിത്തൂക്കുന്നൊരു കമ്പരാന്തൽ. പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ വയലിൽ കൂടെ നടന്നു പോകുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ സ്ഥലം മിസ് ചെയ്യണ്ട ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വെള്ളം ഇപ്പത്തിൽ വളരെ കുറവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടിപൊളിയായിട്ട് നമ്മൾക്ക് ഇത് അന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ്. ഇതൊരു മീൻ വളർത്താനുള്ളൊരു കുളം കൂടിയിട്ടാണ്. ഓക്കെ, ബൈ സുഹൃത്തുക്കളെ.